തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. പാർട്ടി മത്സരിക്കുന്ന 27 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. തമിഴ്നാട് മുൻ അധ്യക്ഷനും IPS-കാരനും ഒക്കെയായ തമിഴ്നാട് ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷനും IPS-കാരനും ഒക്കെയായ കെ അണ്ണാമലയ്ക്ക് സീറ്റില്ല. കോയമ്പത്തൂർ നോർത്തിൽ മത്സരിക്കണമെന്ന് അണ്ണാമലൈ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോയമ്പത്തൂർ നോർത്ത് അണ്ണാമലയ്ക്ക് നൽകിയില്ല. ഇതോടുകൂടി തമിഴ്നാട് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അണ്ണാമലൈ തമിഴ്നാട് ബി.ജെ.പിയുടെ മുഖമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ. അണ്ണാമലയുടെ വിവാദ പരാമർശങ്ങൾ പലതും AIADMK ബി.ജെ.പി സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കി. ഒരു ഘട്ടത്തിൽ AIADMK ബി.ജെ.പിയെ തള്ളിക്കളയുകയും ചെയ്തു. അണ്ണാമലൈ നിന്നു കഴിഞ്ഞാൽ AIADMK ബി.ജെ.പി സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ തള്ളിക്കളഞ്ഞത്. ഇതോടെ അണ്ണാമലൈ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായി വലിയൊരു ഒറ്റപ്പെടലാണ് അണ്ണാമലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ലുലു മാൾ തമിഴ്നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാമലൈ നടത്തിയ അഭ്യാസങ്ങളൊക്കെ കുറച്ച് കൂടിപ്പോയി. അതൊക്കെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു. മാത്രമല്ല, അണ്ണാമലൈ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കളുമായി തെറ്റുകയും ചെയ്തു. ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അണ്ണാമലയെ ഇനി ബി.ജെ.പിക്ക് വേണ്ട. ആയ കാലത്ത് അണ്ണാമലയെ ബി.ജെ.പി നന്നായി ഉപയോഗിച്ചു. ഇപ്പോൾ അണ്ണാമല കറിവേപ്പിലയായി മാറി. അണ്ണാമലൈ ബി.ജെ.പി വിടുമെന്നാണ് റിപ്പോർട്ട്. ബി.ജെ.പി വിട്ട് അണ്ണാമലൈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് DMK-യിലേക്കോ TVK-യിലേക്കോ ചേക്കേറുമോ എന്നതിനെപ്പറ്റി ധാരണയില്ല. എന്തായാലും അണ്ണാമലൈ ഇതുവരെ പൊരുതിയത് DMK-ക്ക് എതിരായാണ്. അതുകൊണ്ട് TVK-യിൽ അണ്ണാമലൈ ചേരാനുള്ള സാധ്യത കൂടുതലാണ്. കേന്ദ്രമന്ത്രി L. മുരുകൻ അവിനാശി സീറ്റിൽ നിന്ന് ജനവിധി തേടുമെന്ന് ഉറപ്പായി. മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ മൈലാപ്പൂരിൽ മത്സരിക്കും. അണ്ണാമലയുടെ എതിരാളിയാണ് തമിഴിസൈ സൗന്ദരരാജൻ. മാത്രമല്ല, അണ്ണാമലയ്ക്ക് തമിഴ്നാട് ബി.ജെ.പിയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. AIADMK സഖ്യത്തിലാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. സീറ്റ് ധാരണപ്രകാരം 27 സീറ്റാണ് ബി.ജെ.പിക്ക് കൊടുത്തിട്ടുള്ളത്. 27 സീറ്റ് ബി.ജെ.പിക്ക് നൽകുന്നത് തന്നെ AIADMKയുടെ കാരുണ്യം കൊണ്ടാണ്. ഇതിൽ പലയിടത്തും ബി.ജെ.പി വിജയിക്കാറുമില്ല. കേരളത്തിലുള്ള ശക്തി പോലും ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ഇല്ല. ഈ സാഹചര്യത്തിലാണ് അണ്ണാമലയെ പോലെയുള്ള ഒരു ഫയർ ബ്രാൻഡ് ബി.ജെ.പി വിട്ട് പോകുന്നത്. തന്നെ ബി.ജെ.പി പൂർണ്ണമായും തഴഞ്ഞതായി അണ്ണാമലൈ മനസ്സിലാക്കുന്നു. അണ്ണാമലൈ കാണിച്ച ഹീറോയിസമൊക്കെ ബി.ജെ.പിക്ക് വിനയായി മാറുകയായിരുന്നു. ജയലളിതയെ അധിക്ഷേപിച്ച് സംസാരിച്ച അണ്ണാമലയെ AIADMK ഒരിക്കൽ തള്ളിക്കളഞ്ഞു. ജയലളിതയ്ക്കെതിരെ അണ്ണാമലൈ നടത്തിയ പ്രസ്താവനകൾ വലിയ വിവാദമായി മാറിയിരുന്നു. അങ്ങനെ എക്കാലവും വിവാദ പുരുഷനായി നിലകൊണ്ടു ബി.ജെ.പിയിൽ അണ്ണാമലൈ. ഇതോടുകൂടി തമിഴ്നാട് ബി.ജെ.പിയിൽ അണ്ണാമലയുടെ യുഗം തീരുകയാണ്. അണ്ണാമലയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുമെന്നൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ചുക്കും ചുണ്ണാമ്പും കൊടുത്തില്ല അണ്ണാമലയ്ക്ക്. അണ്ണാമലയെ വളരെ ക്രൂരമായി കറിവേപ്പിലയാക്കി കളഞ്ഞു ബി.ജെ.പി. അതിൽ അണ്ണാമലയ്ക്ക് അമർഷമുണ്ട്. ഇനി എങ്ങോട്ടാണ് അണ്ണാമലയുടെ കൂറുമാറ്റം എന്നാണ് തമിഴ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ നോക്കുന്നത്.